ഹലോ. ഇന്നലെ എൻ്റെ ബേണിൻ്റെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടല്ലോ. വാ, മെൻ ഷോപ്പിംഗ് ഒക്കെ മുമ്പ് കഴിഞ്ഞട്ടോ. ഇതിപ്പോൾ ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് അത് എടുക്കാനും പിന്നെ കേക്ക്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അതിന് വേണ്ടി നമ്മൾ ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. അതിന് മുമ്പ് നമ്മൾ ആദ്യം ഒരു ബേക്കറിയിലേക്ക് പോയി അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങി. എന്നിട്ട് നമ്മൾ നേരെ ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുള്ളത് ഓഫീലേക്ക്. ഓഫീനെ പറ്റി പിന്നെ കണ്ണൂരോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ തന്നെ പിൻട്രസ്റ്റ് വേവിലും അതുപോലെ കൊറിയൻ സ്റ്റൈലിലും മക്കൾക്ക് വേണ്ട ഡ്രസ്സസ് ആണെങ്കിലും ഫുഡ് വെയർസ് ആണെങ്കിലും ആക്സസറീസ് ആണെങ്കിലും നല്ല വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആണ് ഇവിടുള്ളത്. എൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഓഫറിൽ കയറിയപ്പോൾ തന്നെ അവൻ ആദ്യം പോയത് ടോയ്സിൻ്റെ അടുത്തേക്ക്. ഇല്ല 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 ഇങ്ങോട്ട് പറ അമ്മ ഷൂവാണ് പറ ഷൂവാ അപ്പൊ അതുകൊണ്ട് അയക്കണ്ട ഞാൻ ഇട്ടില്ല എടുത്ത് വെക്ക് പിടിക്കും ടോയ്സ് കിട്ടൂല എന്ന് മനസ്സിലായപ്പോൾ അവൻ എന്തൊക്കെ നേരെ ഷൂസിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവൻ്റെ ഷൂസ് മാറ്റിയിട്ട് ആ ഷൂസ് ഇരട്ടെന്ന് ഇങ്ങനെ ചോദിച്ച് നിൽക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫിനൊക്കെ ഉണ്ട്. അപ്പം മെല്ലെ എനിക്ക് എൻ്റെ ഡ്രസ്സ് നോക്കട്ടെ എന്ന് എന്തൊക്കെ ഡ്രസ്സ് നോക്കാൻ വേണ്ടി എൻ്റെ ഡ്രസ്സ് നോക്കിയിട്ട് വയ്യ പറയാം. ഇവിടെ കുറേ കളക്ഷൻ ഉണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ഏനിയും ഉമ്മയും തന്നെ നോക്കിക്കോ. അങ്ങനെ നമ്മളെന്തൊക്കെ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് അവൻ്റെ കാണിച്ചു കൊടുത്തത്. ഇഷ്ടപ്പെട്ടിഞ്ഞോ ഇഷ്ടപ്പെട്ടിഞ്ഞോ അടിപൊളിയാ. അങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ കിട്ടി. അത് ഇട്ടപ്പോൾ ഒരു ചെക്കൻ എന്താ വീണ്ടും വന്ന് ഷൂസും ധരിക്കുന്നത്. ചെക്കൻ എനിക്ക് ഷൂസിലാലോ കൈവശം മുറുക്കുന്നുണ്ട്. എന്താക്കി അവൻ്റെ മോൻ ഞാനൊന്ന് പിടിച്ച് മാറ്റി നമ്മളെ ഡ്രസ്സും വാങ്ങി നേരെ കേക്ക് വാങ്ങാൻ വേണ്ടി കേക്ക് സ്റ്റുഡിയോയിലേക്ക് പോകും. അവിടെ എത്തിയത് ഉമ്മ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് എന്നെ കൂടെ ഒന്നും ഞാൻ കഴിയാന്ന് കിട്ടുന്നതൊക്കെ അവിടെ ഉണ്ടായ ഒരു സോഫയിൽ കയറി അതിനെ കയറി. അങ്ങനെ നമ്മളെന്തൊക്കെ അവിടുന്ന് കേക്കും വാങ്ങി നേരെ വീട്ടിലേക്കും മുടങ്ങി. അത്രയേ ഉള്ളൂ. ബൈ.